ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൂവ കൃഷി ചെയ്തിട്ട് നമ്മൾ 3 സ്റ്റെപ്പ് കൊണ്ട് എങ്ങനെയാണ് ഈ കൂവപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കൂവപ്പൊടി നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ നട്ടതായ കൂവ 2-3 നമുക്ക് കളച്ച് നോക്കാം. എന്നിട്ട് നമുക്കത് പൊടിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൂവ നട്ട വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ നട്ട കൂവയായിരുന്നു. ഇപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഈ കൂവ എന്ന് പറയുന്നത്. കൂവപ്പൊടി നമ്മുടെ വയറ്റിൻ്റെ എല്ലാ അസുഖങ്ങൾക്കും ഈ കൂവപ്പൊടി വളരെ നല്ലതാണ്. ഒരു ഔഷധ ഗുണമുള്ളതാണ് ഈ കൂവപ്പൊടി എന്ന് പറയുന്നത്. ഇത് കൂവപ്പൊടിക്കൊക്കെ ഒറിജിനൽ പൊടി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കൂവ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 മൂടെങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ വയറ്റിന് വലുതായ വയറ്റ് വേദന, ദഹനക്കേട്, കുഞ്ഞു മക്കൾ മുതൽ വയസ്സ് എന്നവർക്ക് വരെ വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഈ കൂവപ്പൊടി എന്ന് പറയുന്നത്. അപ്പം കണ്ടില്ലേ, 2 മൂട് കളച്ചപ്പോഴും നമുക്ക് കിട്ടിയ കൂവേന്ന്. അപ്പം ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട് കേട്ടോ ഇതിനി പൊടിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇനി അതെങ്ങനെയാണ് പൊടിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. കൂവ ഉണ്ടോ? കൂവ നല്ല ഇഷ്ടം പോലെ കൂവയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കൂവയ്ക്കൊക്കെ നമ്മൾ ഈ പ്രാവശ്യം ജൈവ സ്ലറി, അതുപോലെ തന്നെ ജൈവ സ്ലറി കൂവയ്ക്ക് ഒഴിച്ചില്ല. കൂവയ്ക്ക് ഒഴിച്ചത് വേസ്റ്റിൻ്റെ വെള്ളമാണ് നമ്മൾ ഒഴിച്ചത്. ഒരാഴ്ച വെച്ച് പുളിപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ ചേനയ്ക്കും കാച്ചിലിനും കിഴങ്ങിനും ഒക്കെ നമ്മൾ ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നമുക്ക് നല്ല വിളവ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ വളങ്ങളൊക്കെ ഒഴിച്ചിട്ട് സ്ലറിയൊക്കെ ഒഴിച്ചിട്ട് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടം പോലെ വിളവ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൃഷി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതുപോലെ വിളവ് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ കൂവ കിളച്ചെടുത്തത് നല്ലതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ 2-3 വെള്ളം നല്ലതുപോലെ കഴുകണം. കൈ കൊണ്ടൊക്കെ നല്ലതുപോലെ ഞരടി കഴുകണം. അപ്പോൾ അത് പിന്നെ നല്ലതുപോലെ കഴുകിയാലും അതിൻ്റെ നിറമൊക്കെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയാവും. എന്നിട്ട് നമ്മളത് എന്താണെന്ന് അറിയാമോ, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഉരലിനകത്തിട്ട് ഇടിക്കുമായിരുന്നു. ഇപ്പോൾ ഉരലൊക്കെ കമത്തി ഇട്ടേക്കുകയാണ്. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പം മിക്സിക്കകത്ത് തന്നെ നമ്മൾ കുറേശ്ശെ അത് അരിഞ്ഞിട്ട് ജാറിനകത്തിട്ട് അടിച്ച് അതിൻ്റെ ചാറെടുക്കുകയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഇത് ഉരലിനകത്തൊക്കെ ഇട്ടിട്ട് ഇടിച്ച് അതിൻ്റെ ചാറെടുക്കുമായിരുന്നു പതിവ്. ഇപ്പം എല്ലായിടവും ഉരലൊക്കെ ഒന്നും കാണാനില്ലല്ലോ, അതെല്ലാം തിരിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പണ്ടൊക്കെ അമ്മച്ചിയാണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് ഉണക്കി വെക്കുമായിരുന്നു. പക്ഷെ ആ പൊടിക്ക് നമുക്ക് കാണാൻ അത്ര പോരാട്ടോ, ഒരു കളറാണ് അതിന്. പക്ഷെ നമ്മളിതിൻ്റെ പിന്നെ ചാറെടുത്തിട്ട് നമ്മളതിൻ്റെ അടുമ്പെടുത്ത് നമ്മൾ ഉണക്കാന്നുണ്ടെങ്കിലുണ്ടല്ലോ നല്ല വെള്ളപ്പൊടിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. മറ്റേ നമ്മൾ ഉണക്കി വെച്ചാൽ പിന്നെ നമ്മളിട്ട് പൊടിച്ചെടുക്കണം, എന്നിട്ട് അരിച്ചൊക്കെ എടുക്കണം. അപ്പോൾ നമുക്കിതെല്ലാം അരിഞ്ഞെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ കൂവയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലിട്ട് അരച്ചു കൊണ്ടുവരാം. അപ്പം നമ്മുടെ കൂവ മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് 2-3-4 ലിറ്റർ വെള്ളം ചേർത്തിട്ടാണ് ഇനി നമ്മൾ അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത്. നല്ല ലൂസാക്കണം. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോഴും വെള്ളം ചേർത്ത് തന്നെയാണ് അടിക്കുന്നത്. ഇപ്പോൾ ഉരലിലിട്ട് ഇടിക്കാൻ സൗകര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതെല്ലാം മിക്സിയിലിട്ട് ചെയ്യാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ നല്ല ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വെള്ള തുണിയോ അല്ലെങ്കിൽ ഒരു തോർത്തോ വെച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കണം. ഒരു ചരുവ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാനൊരു തോർത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കെട്ടി വെച്ചിരുന്നാൽ പിന്നെ ആരുടെ സഹായം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പം വേറെ ഒരു കൈ സഹായം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം നമുക്ക് ഇതേപോലെ അരിച്ചെടുക്കാം. അരിച്ച് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ഇതിന് നമ്മൾ എല്ലാം ഇതിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. അങ്ങനെ പിഴിയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള എല്ലാം നീറും ഇറങ്ങിക്കോളും. നല്ല ബലമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാം. വിലക്കുറവൊന്നുമില്ല കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ പിഴിഞ്ഞെടുക്കാൻ. ഇതിനകത്തൊന്നും കാണത്തില്ല. അങ്ങനെ നമ്മുടെ ഡൗട്ടൊക്കെ അങ്ങ് തീർക്കും.
അപ്പോൾ നമ്മളിത് അരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി എന്താണെന്ന് പറയുമ്പോൾ ഒരു 4 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ ഉറയാനായിട്ട് വെക്കണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളമെല്ലാം അങ്ങ് മേളി വരും, നമുക്ക് വേണ്ടതായ കൂവയുടെ നീറെല്ലാം അടി വരും. അപ്പോൾ നമ്മൾ ആ തെളി ഊറ്റി കളഞ്ഞിട്ട് നമ്മളതുകൊണ്ടൊന്ന് വെയിലത്ത് വെക്കുകയാണ് വേണ്ടത്. അത് 4 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ, ഒന്ന് അടച്ചു വെച്ചേക്കാം. ആദ്യം എടുത്ത നീറാണിത്. ആദ്യം എടുത്ത നീറ് നമ്മൾ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞല്ലോ, 4 മണിക്കൂർ നേരമെങ്കിലും. ഇപ്പം കുറച്ച് നേരം ആയതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ 2ാം പാലിന് വേണ്ടിയിട്ട് തയ്യാറായി. 2ാം പാലും ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അത് അതിൻ്റെ അടിമട്ട് ഒന്നും കൂടെ കഴുകിയെടുത്ത നീറാണിത്. ഇത് ആദ്യം എടുത്തതിൻ്റെ നീറ് കണ്ടോ, അടിഞ്ഞിരിക്കുന്നുണ്ടോ. പിന്നെ ഇത് 3ാമത് എടുത്തതാണിത്. 3ാമത്തൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. ഞാൻ ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. 2 വട്ടം എടുത്താലും മതി. അപ്പോൾ നിങ്ങൾ പിന്നെ നല്ലതുപോലെ ഒരു 4 മണിക്കൂർ നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഇത് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ആക്കി വെക്കാം കേട്ടോ. ഇത്തരം 3 പാത്രത്തിലാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് 3ആയിട്ട് വെച്ചെന്നേ ഉള്ളൂ. അതെല്ലാം കൂടെ നമുക്ക് ഒരു പാത്രത്തിനകത്താക്കിയിട്ട് 4 മണിക്കൂർ നേരം വെച്ചിട്ട് അതിൻ്റെ തെളി ഊറ്റിക്കളഞ്ഞ് അതിൻ്റെ അടിമട്ട് മാത്രം എടുത്തിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് അത് ഇനി കാണിക്കാം. അപ്പം നമ്മുടെ 3 പ്രാവശ്യമായിട്ട് എടുത്ത നേരം കൂടെ ഒരു ചരുവത്തിനകത്താക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു 4 മണിക്കൂർ നേരം ഇരുന്നിട്ട് അതെല്ലാം അടിഞ്ഞു വരട്ടെ. അതിനെ അടച്ചു വയ്ക്കുക. അപ്പം നമ്മൾ 3 പ്രാവശ്യമൊക്കെ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിന്നെ കൂവയുടെ നാര് മാത്രമേ പിന്നെ കാണത്തുള്ളൂ. അതിൻ്റെ എല്ലാ സാധനവും നമ്മൾ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ ഗുണം എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് ഇനി കമ്പോസ്റ്റിനകത്തോ എല്ലാം ഇട്ടേക്കാം. അപ്പം നമ്മുടെ കൂവ ഇടിച്ച് പിഴിഞ്ഞ് വെച്ചിട്ട് 4 മണിക്കൂറായി. ഇപ്പം ആവശ്യമില്ലാത്ത വെള്ളമെല്ലാം മുകളിൽ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ നീർ മാത്രം അടിയിൽ അടിഞ്ഞു കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഈ വെള്ളം വാർത്ത് കളയാം. അപ്പം നമുക്ക് വെള്ളം വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കാം. എല്ലാ വെള്ളം ഇതേപോലെ കളയുക. കുറച്ച് വെള്ളയും കൂടെ അതിനകത്തോട്ട് പോകുന്നുണ്ട്. അത് കുറച്ച് നേരം കൂടെ വെച്ചിരുന്നാൽ നമുക്കത് അടിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നീറ്. ഇപ്പം 2 മൂട് കൂവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നീറ് ഇനി നമുക്ക് വെയിലത്ത് കൊണ്ടുവച്ച് ഉണക്കിയെടുക്കണം. അപ്പം ഞാനിനി ഇതേപോലെ കൊണ്ടുവന്ന് വെയിലത്ത് വെക്കാൻ പോവാണ്, ടെറസിൽ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ മുകളിലോട്ട് നെറ്റിൻ്റെ തുണിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെയിലത്ത് വെക്കാം. അപ്പം പൊടിയൊന്നും വീഴാതെ നല്ല വൃത്തിയായിട്ട് അവിടെ നിന്ന് വെള്ളമൊക്കെ നല്ലതുപോലെ പറ്റി പൊടിയായിട്ട് കിട്ടും. അപ്പം നമ്മൾ കൂവയുടെ നീരെടുത്തിട്ട് എന്ത് വേണമെന്ന് അറിയാമോ, നമ്മളിതിപ്പം ടെറസിൽ കൊണ്ടുവന്ന് നിരത്തിയിട്ടിരിക്കുകയാണ്. നല്ല വൃത്തിയുള്ള തുണിക്കകത്ത് നല്ല അടിഭാഗത്ത് നല്ലൊരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ടിട്ട് വേണം ഇത് വിരിച്ചിടാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളിത് ഈ കട്ട പിടിച്ചിരിക്കുന്നത് ഒന്ന് ഉടച്ചുടച്ചിട്ട് കൊടുക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടും. ഇത് അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ മിക്സിക്കകത്തൊക്കെ ഇട്ട് പൊടിക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമ്മൾ നമ്മുടെ കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങ് പൊടിച്ച് കൊടുത്താൽ നല്ലതുപോലെ അങ്ങ് പൊടിഞ്ഞ് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പം നമ്മൾ ഈ കൂവയുടെ നീറൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ എടുക്കും അല്ലേ, എടുക്കുമ്പം അടുപ്പിച്ച് 2 ദിവസം മഴയായിപ്പോയാലും നമ്മൾ എന്ത് ചെയ്യും? അത് ഭയങ്കര ഒരു ചോദ്യചിഹ്നമാണ്. അപ്പം പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം, എനിക്കും അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ് ഇങ്ങനെ ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മൾ 2 ദിവസം അടുപ്പിച്ച് മഴയായിപ്പോയി, നമ്മുടെ ചുഴലിക്കാറ്റും ഒക്കെ വരുമെന്ന് പറഞ്ഞല്ലോ, അപ്പോഴാണ് നമ്മളിത് എടുത്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഈ വെള്ളത്തുണിക്കകത്ത് നിരത്തിയിട്ടിട്ട് ഇതിൻ്റെ അടിഭാഗത്ത്, ഈ വെള്ളത്തുണിയുടെ അടിഭാഗത്ത് നല്ല കട്ടിയുള്ള ഡെറി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റ്, അതുപോലെ ഏറ്റവും അടിക്കുക ന്യൂസ് പേപ്പറുകൾ, എന്തെങ്കിലും പേപ്പറുകളൊക്കെ നിരത്തിയിടുക. ഡയറക്റ്റ് പിന്നെ പേപ്പറിനകത്തൊന്നും വിരിച്ചിടരുത് കേട്ടോ. അത് കാർബണൊക്കെ ഉള്ളതാണ് പേപ്പർ. ഇങ്ങനെ വെള്ള തുണിയിൽ വിരിച്ചിട്ടിട്ട് അടിഭാഗത്ത് ബെഡ്ഷീറ്റ് ഇടുക. അപ്പം ഈ വെള്ളമെല്ലാം ആ ബെഡ്ഷീറ്റ് അങ്ങ് വലിച്ചെടുത്തോളും. അപ്പം നമ്മുടെ ഈ പൊടി നല്ലതുപോലെ നമുക്ക് വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ഈർപ്പമൊക്കെ മാറി പിന്നെ ഒരു ഫാൻ്റെ കീഴിലോ വല്ലതും ഇട്ടാൽ മതി കേട്ടോ. ഒരു എളുപ്പവിദ്യ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ മഴയുള്ള സമയത്ത് ഇത് കളയ്ക്കാതിരിക്കുക, ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് ചെയ്യാം. അഥവാ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയാൽ ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് നമുക്കങ്ങ് ഉണങ്ങി കിട്ടും. ഇങ്ങനെ ഇത്രയും ഇതായിട്ട് എന്താണ് നല്ല ശുദ്ധമായ കൂവപ്പൊടി എങ്ങും കിട്ടത്തില്ല. നമ്മൾ ഏത് കടയിൽ ചെന്ന് ചോദിച്ചാൽ പോലും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ 10 കൂവയെങ്കിലും നമ്മുടെ പറമ്പുള്ളവർ അല്ലെങ്കിൽ ഗ്രോ ബാഗ് ഉള്ളവർ നടാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പ്രായഭേദമന്യേ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഈ കൂവപ്പൊടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ദാണ്ട് ഉണങ്ങിയിരിക്കുന്നതാണ് ഇത്. അപ്പം നമ്മുടെ കൂവപ്പൊടി നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഒരു 4-5 ദിവസം നല്ലതുപോലെ ഉണക്കി വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. സൂക്ഷിച്ച് വെക്കുന്ന പാത്രം എന്ന് പറയുന്നത് നല്ല പിന്നെ എയർ ടൈറ്റായിട്ടുള്ളതുമായിരിക്കണം. അതേപോലെ തന്നെ അതിനകത്ത് വെള്ളം നനവൊന്നും ഇല്ലാത്ത ഒരു പാത്രം എടുത്തിട്ട് നല്ലതുപോലെ കഴുകി ഉണക്കി എന്നിട്ട് വേണം നമ്മൾ ഈ പൊടി അതിനകത്ത് ഇട്ട് വയ്ക്കാനായിട്ട്. എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ഇത് കേടാകാതെ ഇരുന്നോളും. നമ്മുടെ പൊടി ഉണങ്ങിയില്ലെന്നുണ്ടെങ്കിൽ അത് കേടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നല്ലതുപോലെ ഉണക്കണമെന്ന്.
അപ്പോൾ ഇനിയും പിന്നെ കുറേയും കൂടെ കിടപ്പുണ്ട്, അതും ഇനി ഇതേപോലെ ഉണക്കിയെടുക്കണം. അപ്പം നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ കൃഷി ചെയ്ത കൂവയായിരുന്നു. വളരെ ഈസി ആയിട്ട് ഞങ്ങൾ 4 പേരും കൂടെ തന്നെ കൃഷി ചെയ്ത്, ഞങ്ങൾ 4 പേരും കൂടെ തന്നെ ഇതിന് വളമൊക്കെ ഇട്ടു. ഇത് വളമെന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ കൃഷി ചെയ്തായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് വിളവും കിട്ടി, ഇഷ്ടം പോലെ കൂവപ്പൊടിയും കിട്ടി. കൂവയെല്ലാം നമ്മൾ ഉണക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇതേപോലെ നിങ്ങൾ ചെയ്യണം. ഒരു 10 മൂടെങ്കിലും നിങ്ങൾ നടണം. അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സ്വല്പം കൂവപ്പൊടി ഇരിക്കണം. അപ്പം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. നന്ദി, നമസ്കാരം.